പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വിചാരിക്കും എന്താണ് ഈ മൂക്കിനൊരു റെഡിൻ്റെ പോലെ മൂക്കിനെന്താ ഒട്ടിച്ചിരിക്കുന്നത്. ഇത് വിഡ്ഢിവേഷം കെട്ടിയതല്ല. എൻ്റെ മൂക്കിൻ്റെ ദ്വാരം എപ്പോഴും മൂക്ക് ക്ലീനാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടാവാം വലുതായിപ്പോയി. അപ്പോൾ ആ ഒരു സഹോദരൻ ഞാൻ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തോട് എനിക്ക് ദേഷ്യമാണ് ഉണ്ടായത്. പിന്നീട് മനസ്സിലാക്കി വളരെ ബോറായിട്ടുണ്ട് എൻ്റെ മൂക്കിൻ്റെ ദ്വാരം കാണുവാൻ. അപ്പോൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു മറുപടിയാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ സ്മരിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ സഹോദരതുല്യം സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെ ഈ മൂക്കിൻ്റെ ദ്വാരമൊക്കെ പഴയ ചെറുതാക്കണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സർജറി പോലത്തെ എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതൊന്നും നമ്മൾക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം, നേരത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു തലക്കെട്ട് ഉണ്ട്. അതായത് ഇന്ന് ലോക പുസ്തക ദിനം എന്ന പുസ്തക ദിനമാണ് ഇന്ന്. അതായത് ഡേറ്റ് 23 ഏപ്രിൽ 23, 2025 ആണ്. അപ്പോൾ ഈ ദിവസമാണ് എല്ലാ കൊല്ലം വരുന്ന ലോക പുസ്തക ദിനം ആയിട്ട് കൊണ്ടാടുന്നത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ടായ അനുഭവം, അദ്ദേഹം 10ാം ക്ലാസ്സിൽ പാസ്സാവുക തോറ്റോ എന്തോ എന്നാൽ ശരിക്കും വായിക്കുന്നില്ല. വായിച്ചാൽ അത് കോപ്പിറൈറ്റ് ക്ലെയിമെല്ലാം വരും. 10ാം ക്ലാസ് കഴിഞ്ഞപ്പാട് അദ്ദേഹം പിന്നെ അധികം പഠിക്കാൻ മെനക്കെട്ടില്ല, കൂലിപ്പണിയിലേക്ക് തിരിഞ്ഞു. കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു സൂക്കേട് അദ്ദേഹത്തിന് വന്നു. മദ്യത്തിൽ കുറേശ്ശെ മദ്യം കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറേശ്ശെയായി മദ്യത്തിന് അടിമയായി. പിന്നെ അവിടെ വീണ് ഇവിടെ വീണ് കിടക്കുക ബോധമില്ല. അങ്ങനെയായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ വീട്ടിനും നാട്ടിനും ഭാരമായി മാറി. കള്ള് കുടിച്ച് അവിടെ വീട് കിടക്കുക എന്നൊക്കെയായി ആ ചെറുപ്പക്കാരൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിലെ കള്ളുടിയൻ എന്ന പേരും അദ്ദേഹത്തിന് കിട്ടി. ഒരു ദിവസം കുടിച്ച് തീരെ ബോധമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം, സ്ഥലവും പേരൊന്നും പറയുന്നില്ല, ചിലപ്പോൾ അനുവദനീയമായിരിക്കില്ല, ഇത് നടന്ന സംഭവമാണ്, ആളുടെ പേരുണ്ട്. അദ്ദേഹം എഴുത്തുകാരനായി മാറി. അദ്ദേഹത്തിന് 25 വർഷമാണ് അദ്ദേഹം മദ്യത്തിനടിമയായി ജീവിച്ചത്. 25 വർഷം. അപ്പോൾ ഇതേപോലെ എവിടെയോ വീണ് കിടക്കുമ്പോൾ ആരൊക്കെയോ ചേർന്ന് ആസ്പത്രിയിൽ എത്തിച്ചു. ഇനി എന്ത്, ആസ്പത്രിയിൽ എത്തിച്ചപ്പോൾ ആസ്പത്രിയിൽ കിടന്ന് അദ്ദേഹം ബോധം വന്നപ്പോൾ ചിന്തിച്ചു, ഇനി എന്ത്, ഇത് ജീവിതത്തിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ആ നാട്ടിലെ, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെ നന്മമരം എന്ന സംഘടന പ്രവർത്തകർ കണ്ടു. അവർ അദ്ദേഹത്തെ ആസ്പത്രിയിലെത്തി അദ്ദേഹത്തോട് കുറച്ച് ബോധവൽക്കരണമൊക്കെ നടത്തി കുറച്ച് പുസ്തകങ്ങൾ വായിക്കുവാൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകം വായിക്കുമ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുവാൻ തുടങ്ങി. പിന്നെ മരിക്കണം എന്നുള്ള ചിന്ത മാറി അദ്ദേഹം കുറേ പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ, ഞാൻ മുഴപ്പിലങ്ങാടാൻ താമസിക്കുന്നത്, ഇന്ന് 2 ദിവസം മുമ്പേ ഇവിടുത്തെ വാർഷികമായിരുന്നു. അത് വായനശാലയുടെ വായനശാല ദീപ്തി സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥാലയം എന്നാണ് ആ സാംസ്കാരിക കേന്ദ്രം. അതിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളാണ് നമ്മുടെ പ്രശസ്തനായ TKD മുഴപ്പിലങ്ങാട്. അപ്പോൾ അന്ന് നമ്മൾ ആ വാർഷികത്തിൽ പ്രധാനമായും പറഞ്ഞത് വായനയുടെ
കാര്യം. വായന മരിക്കുന്നതിനെ പറ്റിയും പണ്ടത്തെ ആളുകൾ ടീക്കടിയൊക്കെ ഓരോ സ്ഥലത്ത് നടന്നു പോയി, ഇവിടെ മുഴപ്പിലങ്ങാട് നിന്ന് മേലൂർ, പാലയാട് പല സ്ഥലത്തും പോയി പുസ്തകം വായനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി. അതേസമയം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്ന അദ്ദേഹം ഫുട്ബോൾ കളിക്ക് പോയി. അങ്ങനെ ഇദ്ദേഹം ഒരു വായിച്ച് പിന്നീട് എഴുതാൻ തുടങ്ങി. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ കഥാപാത്രം ഇന്നത്തെ പത്രത്തിൽ, ഞാൻ വരുത്തുന്ന പത്രത്തിലെ ഈ കഥാപാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കമുണ്ട്. അദ്ദേഹം പുസ്തകം എഴുതാൻ തുടങ്ങി. അങ്ങനെ പലരും സംഘടനകളും മുന്നോട്ട് വന്നു. മദ്യത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ ജീവിതമാണ് അദ്ദേഹം തൻ്റെ കഥയായി എഴുതിയത്. 25 വർഷത്തെ ജീവിതം, മദ്യപാന ജീവിതം. അങ്ങനെ അദ്ദേഹം പിന്നീടും പല എഴുത്തുകളും നടത്തി വരികയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ പലരുമുണ്ട്. ഇപ്പോൾ 40 പുസ്തകത്തോളം അദ്ദേഹം എഴുതിക്കഴിഞ്ഞ്. പിന്നെ വെയിൽ രൂപങ്ങൾ എന്ന പേരിൽ പുസ്തകമാക്കിയിട്ടാണുള്ളത്. ഈ പുസ്തകമായി നഗരത്തിലും ഗ്രാമങ്ങളിലുമെല്ലാം, അദ്ദേഹത്തിൻ്റെ പേര് വിനു എന്നാണ്, വായനയുടെ ലോകത്തേക്ക് ആളുകളെ ആകർഷിച്ചെത്തിക്കുന്നു. അപ്പോൾ അതാണ് ഇന്ന് ലോക പുസ്തക ദിനമാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ പുസ്തക ദിനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മുടെ പത്രത്തിൻ്റെ പേര് പറയുന്നില്ല, പറയാമോ എന്നറിയില്ല, പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഞാനൊരു വിളിച്ച് ചോദിച്ചു, ഇത് വായിക്കാൻ പറ്റും, അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റേതായ രൂപത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു മാത്രം. മദ്യം വളരെ ആപത്താണ്. നമ്മുടെ വീട്ടിലും നേരിട്ട് ഞാൻ മദ്യം ജീവിതത്തിൽ കൈ കൊണ്ട് തൊട്ടിട്ടില്ല എന്നൊന്നും പറയുന്ന ആളൊന്നുമല്ല. ഞാൻ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് അല്പം മദ്യമെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ 10 പൈസ ചിലവാക്കിയിട്ട് ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. ഇനി കഴിക്കുകയുമില്ല. ആർക്കും, ഒരാൾക്ക് പോലും ഒരു തുള്ളി മദ്യം, ഒരു തുള്ളി പറയാൻ പറ്റില്ല. ഞാൻ ഈ വീട്ടിൽ കൂടുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ വളരെയധികം സഹായിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, എൻ്റെ പേര് ശശിധരൻ എന്നാണ്. ഒരു ശശി പറഞ്ഞു, അപ്പം സാധനം വേണം. ഞാൻ ആദ്യമായിട്ട് അവിടെ പോയി ബീറേഴ്സിൽ പോയി വാങ്ങിച്ചു. അങ്ങനെയാണ് ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയത്. ആരെയും സോപ്പിടാനോ അല്ല, ആൾ ആവശ്യപ്പെട്ടു വാങ്ങിച്ചു. അയാൾ ഒറ്റക്കല്ല കഴിച്ചത്. വന്ന എന്നെ എൻ്റെ വീട് കാണാൻ വന്ന എല്ലാവരും കൂടി കുറേശ്ശെ കഴിച്ചു. ഇതുകൊണ്ടൊന്നും ആരും മരിക്കുന്നില്ല. പക്ഷെ അത് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം, ഒരാളെയും ഒരു കാര്യം സാധിക്കത്തിനും വേണ്ടി ഒരു തുള്ളി മദ്യം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല, ഇത് കൊടുക്കുകയുമില്ല. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ 10 പൈസ എൻ്റെ കയ്യിൽ നിന്നില്ല ഞാൻ ഈ കാര്യത്തിലേക്ക് ചെലവ്. മദ്യം മാത്രമല്ലാളോ ഇപ്പോൾ പെൺകുട്ടികൾ മദ്യപിക്കുന്ന പോലും ബീറാന്ന് കുടിക്കുന്നത്, ബീർ. അവസാനം നമ്മുടെ കലാഭവൻ മണി എപ്പോഴും പറയുന്നത് ബീർ ആണ്, ബീർ. അപ്പോൾ അദ്ദേഹം ബീറിനെ കുറിച്ച് അദ്ദേഹം പോയി. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ ആ പുസ്തക എഴുത്തുകാരനായി അദ്ദേഹം ഈ പറഞ്ഞ ഈ കഥാപാത്രം ഒരു നല്ലൊരു ഗ്രന്ഥകാരനായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ശശിധരൻ വ്ലോഗിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിൻ്റെ ഒരു വരി, എനിക്കറിയുന്ന ഒരു വരി മാത്രം പാടിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശശിധരൻ വ്ലോഗിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ ശരത് സാർ സംഗീതം ചെയ്ത സിനിമയുടെ പേര് മറന്നുപോയി, ശ്രീരാഗം എന്ന ഒരു വരി പാട്ട് പാടിയിട്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാക്രമ ഏതോ പദം ഈ നിന്നൊരു ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ
എനിക്കെൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുവാനുള്ളത്, കഴിച്ചോളൂ. മദ്യം അല്പം കഴിക്കണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ കഴിയുന്നതും അതിൽ നിന്ന്, ആ പിശാചിൽ നിന്ന് മാറി അകന്ന് മാറിയാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് എന്നേ പറയാനുള്ളൂ. കുറച്ചൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. പിന്നെ ഒരു വാക്കുകൂടി, നമ്മൾ ചെറുപ്പത്തിലെ അക്ഷരം നന്നാക്കാൻ വേണ്ടി ഇരട്ട ലൈൻ പുസ്തകത്തിൽ എഴുതിയ ഒരു വാചകമുണ്ട്, ഒരു ഇതുണ്ട്, വരി: വിദ്യാധനം സർവധനാൽ പ്രധാനം. നമ്മൾ വിദ്യ അഭ്യസിക്കുക, നമ്മൾക്ക് കഴിയുന്ന വിദ്യ, നമുക്ക് താങ്ങാൻ പറ്റുന്ന വിദ്യ, നമ്മളുടെ IQ എന്ന് പറയും, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്, IQക്ക് മേലെയുള്ളതെന്നും എടുത്താൽ പൊന്താത്തതെന്നും പോകാൻ പാടില്ല. താല്പര്യമുള്ളത്, നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇത് എടുക്കുക. ഇനി സ്കൂളൊക്കെ പൂട്ടി സ്കൂൾ തുറക്കുവാൻ പോകുകയാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷനുണ്ട്, ഏതെടുക്കണം, അവരുടെ വാക്കുകൾക്ക് ഇവരുടെ വാക്ക്. എനിക്കും പറ്റിയിട്ടുണ്ട്. എനിക്ക് മറ്റേ മെക്കാനിക്കൽ, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ, അങ്ങനത്തെ എല്ലാം വാസനയുള്ള ഞാൻ അവസാനം എടുത്തത് ഫസ്റ്റ് ഗ്രൂപ്പ്, മാത്സ് ഗ്രൂപ്പ്. പൊട്ടി. ഒന്നാം കൊല്ലം തന്നെ, അല്ല ഒന്നാം കൊല്ലം, ഒന്നാം കൊല്ലം കടന്നു പോകും, രണ്ടാമത്തെ കൊല്ലമാണ് പരീക്ഷ. പൊട്ടിപ്പോയി. പക്ഷേ എന്താ, ഞാൻ എഴുതിയെടുത്തു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. 2 കൊല്ലത്തെ പഠനത്തിന് ശേഷം IT പോയി. ഇത്രയും എൻ്റെ അധികം ചരിത്രം പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠനത്തിൽ ശ്രദ്ധിക്കുക, വായനയിൽ ശ്രദ്ധിക്കുക, മറ്റുള്ള വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പെടാതെ നോക്കി നല്ലൊരു പൗരന്മാരായി വളരുവാൻ ഈ ലോക പുസ്തക ദിനത്തിൽ ശശിധരൻ ശ്രമിക്കുക എന്ന ഞാൻ കൂടി ഒരു അണ്ണാറെ കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ശശിധരൻസ് വ്ലോഗിൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.